സത്യത്തിൽ ഒരാളെയും അപ്രോച്ച് ചെയ്ത് അങ്ങോട്ട് പോവാറില്ല. അത് അഹങ്കാരം കൊണ്ടല്ല, നമ്മളുടെ ആവശ്യം ആണെന്നറിയുമ്പോൾ നമ്മളെ ഒത്തിരി പേര് എന്താ പറയുക യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ അവിടെ ചെയ്യേണ്ടി വരും. ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ ഒരു റോളാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഓക്കെ, ഞാൻ ആ വർക്ക്ഷോപ്പ് ചെയ്യാനും ഞാൻ ആക്ടിങ് സ്കൂളിൽ തന്നെ പോകാൻ റെഡിയാണ്. ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറാണോ ഡയറക്ടർ, ഐ ഡോണ്ട് നോ ജെന്യുവനായിട്ട് പ്രൊഡ്യൂസറാണോ ഡയറക്ടറാണോ എന്ന് പോലും എനിക്കറിയില്ല. പെരേര എന്ന് പറയുമ്പോൾ റൈറ്റിംഗ്, സംവിധാനം, പ്രൊഡക്ഷൻ എല്ലാം ഒരാൾ ചെയ്യുക. അപ്പോൾ എനിക്കത് കുറച്ച് കംഫർട്ടബിളായി തോന്നി. വർക്കിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും കൂടിയും ലൈക്സ് ഉണ്ടല്ലോ. ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു? ഫിസിക്കാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് കാണുമ്പോ അതല്ലേ കാണത്തുള്ളൂ. ഡാൻസിന്റെ വീഡിയോസ് അയച്ചു തന്നു എനിക്ക്. പുള്ളിയുടെ ഡാൻസ് ഇംപ്രസിന്റെ ഫസ്റ്റ് സ്റ്റേജാണ്. എന്റെ ഫ്രണ്ടിനെ നിങ്ങളെ കുറച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ കൊള്ളാവുന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അയ്യോ പുള്ളിക്കാരി ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ കാണുന്നത്. പാവം, നീ ആണെങ്കിൽ ഒരു കൈ നോക്കാം. കൂട്ടുകാരിയോട് പറഞ്ഞോ? കൂട്ടുകാരി എൻ്റെ അടുത്ത് അടിച്ചു പിരിഞ്ഞു. മലയാളി പെണ്ണാണ്, ചതിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ? കല്യാണം വരെയൊക്കെ എത്തുവോ അതോ പ്രണയം മാത്രമേ ഉള്ളായിരുന്നോ? അല്ല, മുമ്പ് കുറെ പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടെന്ന്. ഡോക്ടർ പമ്പയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഞാൻ കുറേ നാളായി റീൽസൊക്കെ കാണുമ്പോൾ ആലോചിക്കും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന്. അപ്പോൾ പല ഇൻ്റർവ്യൂസിലും അലനുമായിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു അലൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റൂല. കാരണം വേറൊന്നുമല്ല, രണ്ടുപേരെ നയിച്ചുകൊണ്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്ന ആയിരിക്കുമല്ല ചിലപ്പോൾ മറുപടി ആയിട്ട് വരുന്നത്, മനസ്സിലായി? അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പമ്പയോട് ചോദിക്കാം. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. എങ്ങനെയാണ് പുതിയ പ്രോജക്റ്റിന് വേണ്ടി കേരളത്തിലേക്ക് വന്നതാണോ? കുറച്ച് ഷൂട്ട്സ് ഉണ്ട്, ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അങ്ങനെ ഇപ്പം പമ്പ ലാസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം, നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ചു. അതായത് നിങ്ങൾ ചെയ്ത് എനിക്കൊന്ന് എത്രയോ ചെയ്തതിന് ശേഷമാണ് ആ ഒരു കഥ നല്ലതായിരുന്നു. അത് ആരുടെയായിരുന്നു ആ കഥ? ആ ഡോക്ടർ പക്ഷെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നു പമ്പ അഭിനയിച്ച മറ്റുള്ള കഥാപാത്രങ്ങളെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കഥയെ വെച്ചിട്ട് കഥയൊന്നും നമ്മൾ നോക്കുന്നില്ല, അഭിനയം ഒക്കെ സെക്കൻഡറി ആയിട്ട് മാറ്റിയിട്ട് ആ തീമിനൊരു സോൾ ഉണ്ടായിരുന്നു. ആ സോളിനാണ് ആളുകൾ അംഗീകരിച്ചത്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് സോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിലൊരു കഥയുണ്ടെങ്കിൽ, അതിന് ത്രെഡ് ഉണ്ടെങ്കിൽ കുറേ കൂടെ നമ്മളിപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകരാണ്, നമ്മൾക്ക് അഭിനയിക്കുകയാണോ, അതായത് നമ്മൾ പറയില്ല ചിലർ റിയലിസ്റ്റിക്കാണ്, ചിലവർ അഭിനയിക്കുകയാണ്, ചിലവർ എന്തോ കാണിക്കുകയാണ്. അപ്പോൾ നമുക്കത് തോന്നൂല്ലോ. അപ്പം ഞാനത് ഇങ്ങനെ ആലോചിച്ചു, അതെന്തായിരിക്കും ഇത്രയും നന്നായിട്ട് ചെയ്യാനറിയാമെങ്കിൽ കുറെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുറെ കൂടെ നന്നായി ബെറ്റർ ആയിട്ടൊരു പ്രൊഡക്ഷൻ്റെ കൂടെ പോയിക്കൂടെ? എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അതിൽ ഒരു 80% ഫേക്കാണ്. ദെൻ ഔട്ട് ഓഫ് ദാറ്റ് കുറച്ച് ആൾക്കാർ മറ്റുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് എന്നെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ പ്യുവർ ആർട്ടിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ആർട്ടായിട്ട് അഭിനയിക്കാനും വർക്കിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഐറ മീഡിയയുടെ കൂടെയാണ് ചെയ്തത്. പിന്നെയാണ് അതിന് ശേഷമാണ് പെരേര എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് കുറച്ച് കംഫർട്ടബിളായി തോന്നി. അത് മാത്രമല്ല, പെരേര എന്ന് പറയുമ്പോൾ റൈറ്റിംഗ്, സംവിധാനം, പ്രൊഡക്ഷൻ എല്ലാം ഒരാൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു കുറവുകളുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പം കുറച്ചും കൂടെ അലൻ കുറച്ചും കൂടെ സീരിയസ് ആയി, കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് നമ്മൾ അതുപോലൊരു ടീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനതൊരു സാധ്യത കണ്ടിട്ടാണ്. ഞാനിങ്ങനെ എല്ലാവരും കുറ്റം പറയുമ്പോൾ, നമ്മൾ എല്ലാവരും കോമാളിയാന്ന് പറയുമ്പോൾ ഞാൻ അത് ഒരു സൈഡിൽ, ബട്ട് നമ്മൾ നേരിട്ട് ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വിഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പം ഒരാൾ 1-2 റീല് ചെയ്ത് അല്ലെങ്കിൽ 1-2 ഷോർട്ട് ഫിലിം ചെയ്ത് ബൈ ബൈ പറയാതെ കുറച്ചൊരു ലോങ് ടേം ആയിട്ടൊരു നമുക്ക് ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും
എന്നുള്ള രീതിയിലാണ് ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഒത്തിരി പേര് കുറ്റം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ ശ്രദ്ധിക്കപ്പെട്ടതും. അതെ, അതിലൊരു പോസിറ്റീവ് സൈഡ്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും കൂടിയും ലൈക്സ് ഉണ്ടല്ലോ. എനിക്ക് ഒത്തിരി സാധ്യതകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇതിനകത്തുനിന്ന്. അതെ, ഓപ്പർച്യൂണിറ്റി. പമ്പ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞു സൈക്കാട്രിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റ് കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സൈക്കാട്രി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം ഞാൻ ആ വ്യക്തിയെ കുറിച്ചല്ല ചോദിക്കുന്നത്, നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ഓരോരുത്തരെ കുറിച്ച്. ഇപ്പം എന്നോടൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും ഞാൻ എന്തായിരിക്കാം. നിങ്ങൾക്ക് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്, ആ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഇയാൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറ്റുന്ന ഒരാളെന്ന നിലയിലുള്ള വ്യക്തിയാണ് പമ്പ. അങ്ങനെയുള്ള പമ്പയ്ക്ക് ഈ പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഫിലിം ആയിക്കൊള്ളട്ടെ, ഇത് നമ്മൾ ചെയ്യുന്ന മോഡലിംഗ് ആയിക്കോട്ടെ, ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഞാൻ ഒരു സ്റ്റോറി എഴുതി എന്ന് വിചാരിച്ചോ, അതിപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ആ എഴുതിയ സ്റ്റോറിയുടെ കൂടെ ഗുണം അതൊന്നും ചിലപ്പോൾ നഷ്ടപ്പെടും. അത് എല്ലാം കൂടെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ നിന്ന് നമ്മൾ പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്നലെ പോലെ ആയിരിക്കില്ല ഇന്ന്, നാളെ അതുപോലെ ആയിരിക്കില്ല. അപ്പോൾ പ്രോഗ്രസ് ചെയ്യുക, മെച്ചപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു തുടക്കം. എവിടെ നിന്നും ആയിക്കോട്ടെ, ചിലപ്പോൾ തുടക്കം നന്നായിക്കൊള്ളുന്നില്ല എല്ലാവരുടെയും. ഇപ്പൊ നല്ലത് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ സന്തോഷം ആണ്. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും ഇപ്പം എനിക്ക് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ആക്ടിങ് ചെയ്യോ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കാം. അത് അവരുടെ കാഴ്ചപ്പാട്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്താന്ന് നമുക്കറിയാലോ. അത്രയും വിട്ടുവീഴ്ച ചെയ്ത് ഇത് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ സത്യത്തിൽ ഒരാളെയും അപ്രോച്ച് ചെയ്ത് അങ്ങോട്ട് പോവാറില്ല. അത് അഹങ്കാരം കൊണ്ടല്ല, നമ്മളുടെ ആവശ്യം ആണെന്നറിയുമ്പോൾ നമ്മളെ ഒത്തിരി പേര് എന്താ പറയാ യൂസ് ചെയ്യാം. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാര്യം മാത്രമല്ല, ലൈഫിലായാൽ തന്നെയും നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ റിലേഷൻഷിപ്പ് തന്നെ ആയിക്കോട്ടെ, ആ റിലേഷൻഷിപ്പ് വേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണെന്ന് അറിയുമ്പം അതൊരു പവർ പ്ലേ ആയിപ്പോയില്ലേ, നമ്മുടെ പവർ നഷ്ടപ്പെട്ടു അവിടെ. അപ്പൊ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അലന്റെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഐ എം ഇൻ കൺട്രോൾ, ഐ എം ഇൻ പവർ. ഐ എം നോട്ട് ഇൻ കൺട്രോൾ ഓഫ് ഹിം ബട്ട് ഇൻ കൺട്രോൾ ഓഫ് മൈ സെൽഫ്. ഞാൻ എത്രത്തോളം എവിടം വരെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് അവിടെ ഒരു കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ബോളിവുഡിൽ നിന്ന് ഒരാൾ പോയിട്ട് ഹോളിവുഡിലേക്ക് ആക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവർക്ക് ഓഡിഷൻസ് കൊടുക്കേണ്ടി വരും, ഈവൻ ദോ അവർ വലിയ സ്റ്റാർ ആണെങ്കിൽ കൂടിയും. തീർച്ചയായും ചില സിനിമകൾക്ക് അങ്ങനെ കൊടുക്കാറുമുണ്ട്. അത് എത്ര വലിയ സിനിമയാണെങ്കിലും അവർ ആക്ടിങ് വർക്ക്ഷോപ്പ് തന്നെ നടത്തും, കാരണം ആ ക്യാരക്ടറായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ അവിടെ ചെയ്യേണ്ടി വരും ആ കാര്യത്തിൽ. ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം എനിക്ക് കിട്ടുന്നത്, ഇപ്പം ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ ഒരു റോളാണ് എനിക്ക് കിട്ടുന്നെങ്കിൽ ഓക്കെ, ഞാൻ ആ വർക്ക്ഷോപ്പ് ചെയ്യാനും ഞാൻ ആക്ടിങ് സ്കൂളിൽ തന്നെ പോകാൻ റെഡിയാ. ഇത് എന്നോട് 25 കിലോ കുറയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാസത്തേക്ക് കുറച്ചത്. അത്രയും വലിയ ഹൈപ്പിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതെ. സോ ഇറ്റ് ഡിപ്പെൻസ് എവിടെ നിന്നാണ് കോള് വരുന്നത്, എത്രത്തോളം നമുക്ക് അതിൽ സാക്രിഫൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും എന്നും കൂടെ നമ്മൾ അതൊന്ന് താരതമ്യം ചെയ്ത് നോക്കണമല്ലോ. തീർച്ചയായും തീർച്ചയായും. അതാണ് എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം തന്നെ ഡോക്ടറായിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പം പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും പഠിക്കുന്ന കാലത്ത്, ഇപ്പം നമ്മുടെയൊക്കെ ഒരു 90കളിലൊക്കെ ഉള്ളൊരു കാലഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ച് സമൂഹത്തിൽ നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് നിൽക്കുക എന്നുള്ളത്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടങ്ങളല്ല, പാഷൻ്റെ പുറകെ വളരെ കുറച്ച് ആളുകളെ പോകാറുള്ളൂ. പാഷൻ്റെ പുറകെ ഒരു പക്ഷെ അവർ ആ എത്തപ്പെട്ടതിന് ശേഷം പിന്നീട് പണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റെബിലിറ്റി എന്നുള്ളൊരു സാധനം നേടിയാൽ ചിലപ്പോൾ ചിലവരെന്ത് ചെയ്യും, പാഷൻ്റെ പുറകെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് എന്താണോ പാഷൻ അതിൻ്റെ പുറകിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞ ഡോക്ടറായ ഒരു ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സൈക്കാട്രിക് മേലെ പോലെ ഒരാൾക്ക് പെട്ടെന്ന് ഈ ആക്ടിങ്ങിലേക്ക് വരാനുണ്ടായത് ഒരു കാരണമാണോ, അതോ മോഡലിംഗ് പണ്ട് ചെയ്തിട്ട് മലയാളി മങ്കി ആയിട്ടുണ്ടെന്ന് പറയുന്നു, അതിൽ നിന്നുള്ളൊരു ഇതാണോ? ആക്ച്വലി ഞാൻ കോളേജിൽ തിയേറ്റർ ഡ്രാമ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു.
അതും ഞാൻ ആക്ച്വലി ഓഫ് സ്റ്റേജ് ഈവൻസ് ആയിരുന്നു, സ്റ്റോറി റൈറ്റിംഗ്, സ്കെച്ചിങ്, പെയിന്റിങ്, അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടൊരു പേഴ്സൺ ആണ്. അപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരെന്നെ വിളിച്ചോണ്ട് പോയതാ. അവിടെ ആർട്ടിസ്റ്റിന് സെലക്ഷൻ ആയില്ല, ഇയാൾ വരണമെന്ന് പറഞ്ഞിട്ട് ഇന്റർ കോളേജ് ഫെസ്റ്റിനോ അങ്ങനെയൊക്കെ എന്നെ വിളിച്ചോണ്ട് പോയതാ. അങ്ങനെ എനിക്ക് പിന്നെ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടി. സോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല സത്യത്തില്, അതൊക്കെ യാദൃശ്ചികം വന്നു കേട്ടതാണ്. അതെ. പിന്നെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് അന്ന് മോഡലിംഗ് കൂടെ ഇറങ്ങിക്കോന്നു. അന്ന് വണ്ണം കുറവായിരുന്നു. അന്ന് കുറവായിരുന്നു. ഐ വുഡ് ബി അണ്ടർ വെയിറ്റ് എന്ന് പറയാം. അപ്പോൾ ഒച്ചോടാ അത് ശരിയാ. കാരണം മോഡലിംഗ് ആൾക്കാർ ഹൈറ്റും പിന്നെ ഇത്തിരി മെലിഞ്ഞുണ്ടെങ്കിൽ പറയാം പെട്ടെന്ന്. അതാണല്ലോ ഒരു സങ്കല്പം. ഇപ്പോഴല്ലേ പ്ലസ് സൈസും. അതെ അതെ അതെ. സ്ത്രീകൾ കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആയി, ജെൻഡർ ഇൻക്ലൂസിവിറ്റി, ബോഡി ഇൻക്ലൂസിവിറ്റി, പോസിറ്റിവിറ്റി, അങ്ങനെ കുറെ ടേംസ് ഒക്കെ വന്നു. തീർച്ചയായും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് പേർക്ക് ഇത് ആഗ്രഹം ഉണ്ടായിരിക്കാം, അവർക്ക് സാഹചര്യമില്ലായിരിക്കും. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ അതായത് മോഡലിങ്ങിന് വന്നതിന് ശേഷം പിന്നെ ഫിലിമിലേക്ക് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ട്രൈ ചെയ്യണം എന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു പവർ പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. പേടി. ഏതൊരു ഈഗോന്റെ പ്രശ്നമല്ല. ലൈക്ക് നമ്മൾ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ എര പിടിക്കില്ലേ, എര ഇട്ടിട്ട് മീൻ പിടിക്കൂലേ, അതുപോലെ അതുപോലെ എന്നെ കളിപ്പിക്കും. ഇങ്ങനെ പൂച്ചെന്നെ ഇങ്ങനെ കളിപ്പിക്കൂലേ. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ. അത് ഈ ഫീൽഡിൽ നല്ല, ഇപ്പോൾ കുറച്ചും റിലേഷൻ ആണെങ്കിലും ശരി, നമ്മളെ എന്താ പറയുക മിസ്ലീഡ് ചെയ്യിക്കാൻ സാധിക്കും പെട്ടെന്ന് ആളുകൾക്ക്. അപ്പോൾ ഈ എനിക്ക് എന്ന് മുതലാണ് അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിലേക്ക് ഇതിലേക്കൊക്കെ തിരിയുന്നത്? ആക്ച്വലി അലൻ തന്നെയാണ് ഫസ്റ്റ് തന്നെ ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അത് മുമ്പേ ആലോചിച്ച് വെച്ച്, എനിക്ക് തോന്നുന്നു രേണുസുതിയായിട്ട് ആലോചിച്ച് വെച്ചിരുന്നാന്ന് തോന്നുന്നു ആ റോള്. പിന്നെ അവർ തമ്മിൽ എന്തോ ഇഷ്യൂ ആയി, അങ്ങനെ പൈസയുടെ പ്രശ്നത്തിൽ എന്തോ ഇഷ്യൂ ആയി, അങ്ങനെ പുള്ളിക്കാരുടെ ചാർജസിൽ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ റീൽസ് വൈറലായിട്ട് അലനെ വിളിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അലനോട് ചോദിച്ചു, അന്ന് പമ്പ ഈ ഒരു ഡോക്ടറിൻ്റെ വേഷം ഉണ്ട്, എന്തായാലും ഇയാൾ ഡോക്ടറാണല്ലോ, അപ്പോൾ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു, എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഡോക്ടർ അമരേന്ദ്രൻ ചെയ്യുന്നത്. ഓക്കെ. പമ്പയ്ക്ക് അപ്പം അലനെ നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, ഞാൻ റീൽസ് കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ അധികം റീൽസ് കാണുന്ന ഒരാൾ അല്ല. കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ട്. അല്ല, അത് നമ്മൾ കാണണമെന്നില്ല. വൈറലായ സാധനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫീഡിലേക്ക് വരുവാണല്ലോ. അലന്റെ പിന്നെ എന്തായാലും വരും. അലനുമായിട്ട് വിളിച്ചപ്പോൾ പോണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്ന് കുറച്ച് നേരം ചിന്തിച്ചിരുന്നു. കാരണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം പോസിറ്റീവ് സൈഡ് നമുക്കാണ്. അതായത് നമ്മൾക്കൊരു ചാൻസ് കിട്ടുവാണ്, ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഉണ്ട്, നമ്മൾക്ക് ഈ പറഞ്ഞ വേറൊരാൾ കൺട്രോൾ ചെയ്യാനില്ല, നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷെ ഇപ്പുറത്തെ ഒരു വശത്ത് എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ടും ഒരു പരിഹാസ രൂപേണ കാണുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിനെ അത് ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അത് ആക്ച്വലി കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അലനെ ഫസ്റ്റ് വിളിച്ചൊന്നുമില്ല, മെസ്സേജ് ചെയ്തുള്ളൂ. ഫോൺ നമ്പർ മേടിച്ചു എൻ്റെ കയ്യിൽ നിന്ന്, എന്നിട്ടും വിളിച്ചൊന്നുമില്ല. ഓൺലി വോയിസ് മെസ്സേജ് മാത്രം. ഇന്ന സ്ഥലത്താണ് ലൊക്കേഷൻ, ഇന്ന തീയതിയാണ്, ഇത്രയാണ് ചാർജസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആൻഡ് അവിടെ ഒരു ഫീമെയിലും പ്രസന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. സോ എനിക്കൊരു അസസ്മെന്റ് ഉണ്ടല്ലോ ആളെ പറ്റിയിട്ട്, ആൾക്കാരെ പറ്റിയിട്ട് പൊതുവേ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറാണോ ഡയറക്ടർ, ഐ ഡോണ്ട് നോ ജെന്യുവനായിട്ട് പ്രൊഡ്യൂസറാണോ ഡയറക്ടറാണോ എന്ന് പോലും എനിക്കറിയില്ല. സോ അവരുടെ സംസാരത്തിൽ നിന്നും ഈ സംസാരത്തിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അവർ സീരിയസ് ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്, വേറെ വല്ല ഉദ്ദേശത്തിലാണോ എന്നൊക്കെ. പക്ഷെ അതൊരു സൈഡിൽ. പിന്നെ കുറ്റപ്പെടുത്തൽ അതുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ പക്ഷെ ഇങ്ങനെ ഇതായിട്ടല്ല ചോദിച്ചത്, നീ സീരിയസ് ആയിട്ട് നിന്റെ കരിയർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സീ ദാറ്റ് പുള്ളിയുടെ കൂടെ അഭിനയിച്ച സ്ത്രീകൾക്ക് ഒന്നും വലിയ ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. കൂടാതെ പരിഹാസം കുറ്റപ്പെടുത്തലും വേറെയും. സോ എന്താ നീ അത് ആലോചിച്ച് നീ തീരുമാനിക്കുന്നത്. ഇപ്പൊ എന്നെ അറിയാവുന്നവരാണെങ്കിൽ ദേ വിൽ നോട്ട് കമാൻഡ് മീ
എന്താന്ന് വെച്ചാൽ ഫൈനൽ വേർഡ് എൻ്റെ ലൈഫിൽ ഞാനാണെന്നുള്ളത് അവർക്കറിയാം. അതെ, തീർച്ചയായും. പിന്നെ ഞാനൊരു തീരുമാനം എടുത്താൽ ഐ ബിലീവ് ദാറ്റ് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും കൊളീഗ്സും ഒക്കെ ആണെങ്കിൽ തന്നെയും ദേ ആർ വെരി, എന്നെ വിശ്വാസമാണ് അവർക്ക്. ദേ നോ ദാറ്റ് അത് ആലോചിച്ചിട്ട് എടുത്തൊരു തീരുമാനമായിരിക്കും എന്ന്. ഇപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അത്ര നെഗറ്റിവിറ്റി ഇപ്പൊ ഇല്ല. കുറെ കൂടി പോസിറ്റീവായിട്ടും കുറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ ഞാൻ അസസ് ചെയ്യുന്നത് പൊതു അഭിപ്രായം വെച്ചിട്ടല്ല. തീർച്ചയായും നമ്മൾക്ക് അവരോട് നിന്ന് എന്താണ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. കാരണം വർത്താനത്തിൽ എല്ലാവർക്കും മറ്റേ പൊതിഞ്ഞ് വർത്താനം പറയാൻ പറ്റും. പക്ഷെ എത്രയൊക്കെ പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു റിയൽ മനുഷ്യൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ റിയൽ സ്വഭാവം വരും. അതെത്രയൊക്കെയുള്ള മനുഷ്യൻ്റെ ഒരു ഇതാണ്. എത്ര ജെന്യുവൻ അല്ലെങ്കിൽ ഭയങ്കര കള്ളത്തരം കാണിക്കുന്നവർ പോലും ഒരു മിസ്റ്റേക്ക് നമുക്ക് ഇട്ടിട്ട് പോകും. നമുക്കവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പമ്പയുടെ നാട് എവിടെയാണ്? ആക്ച്വലി ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. പക്ഷേ എൻ്റെ ഫാദർ ഇവിടെ PPCL വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി നാളായിട്ട് എറണാകുളത്താണ്. നിങ്ങൾ ശരിക്കും എറണാകുളത്ത് തന്നെ സെറ്റിൽഡ് ആണ്. അപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് അല്ല? ബാംഗ്ലൂർ ഇപ്പോൾ ഒത്തിരി വർഷമായി, ഇവിടെ 10-11 വർഷമായി ഇപ്പോൾ ബാംഗ്ലൂർ. കല്യാണം കഴിച്ചേക്കുന്നത്? ഞാൻ എൻ്റെ ഹസ്ബൻഡ് സിക്കിമിന്നാണ്. ഓക്കെ. അപ്പം അത് ലവ് മാരേജ് ആയിരുന്നോ? അതെ. ആഹാ. ആദ്യത്തേത് പമ്പ കല്യാണം കഴിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചങ്കിടിപ്പ്. അത് ലവ് മാരേജ്, രണ്ടാമത്തെ ചങ്കിടിപ്പ്. അത് ഈ സിക്കിമിൽ നിന്നുള്ള ആളെ എങ്ങനെയാ പഠിച്ചോണ്ടിരുന്നപ്പോൾ കണ്ടോ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പുള്ളി ഇവിടെ ആയിരുന്നു, ഫുട്ബോളറാ. അപ്പോൾ തൃശ്ശൂരാ പഠിച്ചത്. അപ്പൊ പുള്ളി തൃശ്ശൂരായിരുന്നു. ഫുട്ബോളറാണ്. അവൻ്റെ ഒരു വേഷം ഉണ്ടായിരുന്നു. അച്ചടാ, നമ്മള് ചിരിക്കുന്നു. ഞാൻ അങ്ങനെ ചിരിച്ചല്ല, പേഷ്യന്റ് അല്ല, ഇൻജേർഡ് ആയിട്ട്. അത് ഇന്റേൺഷിപ്പ്. അങ്ങനെ തന്നെ പറയണം, ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇഞ്ചുറി ആയിട്ട് വന്നതാണ്. ചില സ്റ്റുഡൻസിനെ പ്രേമിക്കുന്നവരുണ്ടാവും, ചിലര് പേഷ്യൻസിനെ പ്രേമിക്കുന്നവരുണ്ടാവും. അല്ല, ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു മറ്റേ ഏതായിരുന്നു സിനിമ, ജോക്കറിന്റെ പോലെ പേഷ്യന്റ് പ്രേമത്തിലായ സൈക്കാട്രിസ്റ്റ്. മനസ്സിലായി, ആ ഒരു രീതിയിലായിരുന്നെന്ന്. അപ്പൊ തൃശ്ശൂർ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണോ വരുന്നത്? അതെ, സൈക്കാട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? അല്ലല്ല, ഹൗസ് ഏജൻസിയിലെ നമ്മുടെ MBBS. തൃശ്ശൂർ ഏത് ഇതിലായിരുന്നു? ഞാൻ ജൂബിലി. ഓക്കെ. അവിടെ MBBS ചെയ്ത് കഴിഞ്ഞ് ഹൗസ് സർജൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ. അത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കക്ഷിയെ കണ്ടുമുട്ടുന്നത്. ആഹാ, പറയട്ടെ, എൻ്റെ അടുത്തിരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്. ഡോക്ടറെ തന്നെ വളച്ചു അല്ലേ? വളയ്ക്കുമ്പോൾ ഒരു ഡോക്ടറെങ്കിലും വളക്കണം അല്ലെ? അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറെങ്കിലും വളക്കണം. എങ്ങനെ നിങ്ങളുടെ പ്രണയം? എൻ്റെ ഒരു ഫ്രണ്ടിന് പുള്ളിയെ ഇഷ്ടപ്പെട്ടു, എൻ്റെ ഒരു റൂംമേറ്റ്. അപ്പൊ ഇതില് ടിസ്റ്റോട് ടിസ്റ്റ് ആണല്ലോ. റൂംമേറ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ അല്ല കേട്ടോ. ഇന്നും അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നി ഇതും പറഞ്ഞിരുന്നു. റൂംമേറ്റ് ഡോക്ടർ അല്ല. റൂംമേറ്റ് ഡോക്ടർ അല്ല. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരിയുടെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഷീ വാസ് ലൈക്ക്, എനിക്ക് ഒരാളെ തൽക്കാലത്തേക്കൊന്ന് നോക്കണം. ഈ വള്ളിയിൽ നിന്ന് കരകയറാൻ മറ്റൊരു വള്ളി സൈഡിൽ പിടിക്കുന്നു. ഇത് സ്വാഭാവികമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ ഒരു സൈക്കാട്രി ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. കാരണം എപ്പോഴും നമ്മൾ ഈ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലേ നമുക്ക് പെട്ടെന്ന് പേരൊക്കെ ബാൻഡാണ് ചുമ്മാ. അതുകൊണ്ട് നമുക്കൊരു റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആക്ച്വലി ആളുടെ പേരെങ്ങനെയാ? ഹസ്ബൻഡിന്റെ പേരെങ്ങനെയാ? റോഷൻ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നു കേരളത്തില്. അങ്ങനെയല്ലേ കഥ? അങ്ങനെ കളിക്കാൻ വന്നിട്ട് ഇഞ്ചുറി ഉണ്ടായി. എങ്ങനെയായിരുന്നു? കാലിലായിരുന്നു? എന്തായിരുന്നു? അത് കൈയുടെ ഡിസ്ലൊക്കേറ്റ് ആയി. അങ്ങനെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നു. ഈ കൂട്ടുകാരി എങ്ങനെയാ കാണുന്നത്? കൂട്ടുകാരി അതായത് ഇവരുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവരോ അവിടെ തന്നെ വരാറ്. അങ്ങനെ നമ്മളും അവിടെ തന്നെ പോവാറ്. അതിങ്ങനെ ലേറ്റ് നൈറ്റ് വരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മള് രാത്രി കോഫി കുടിക്കാനൊക്കെ ഡ്യൂട്ടി ഒക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ പോവാറുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോ ഇവളെ വിളിച്ചിട്ട് പോകും, എനിക്കൊരു കൂട്ടിന് വേണ്ടിട്ട്. ലേറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ 2 മണി 1 മണി ആ സമയത്തൊക്കെ. ഇപ്പൊ അത് നൈറ്റ് അല്ല ഞങ്ങൾക്ക്. പണ്ടത് വലിയ പണ്ട് പാതിരാത്രി തട്ടപ്പാതിരാന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോ
ദെൻ അപ്പൊ പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ചതിച്ചിട്ടൊക്കെ ഇരിക്കാ പുള്ളി. അപ്പൊ ഷീ വാണ്ട്സ് ടു ടേക്ക് റിവെഞ്ച്. ഓ, അവനെ കാണിക്കാൻ ഒരാളെ വേണം. അപ്പൊ അപ്പം ഡോക്ടറുമായിട്ട് പരിചയത്തിലായിരുന്നോ റോഷൻ? നേരത്തെ കണ്ടിട്ടുണ്ട്, ആ ആ അത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് നേരത്തെ. ആ ഓക്കെ. അപ്പൊ ദെൻ ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഞാനൊരു വിങ് വുമൺ ആയതാ. പക്ഷെ സംഭവിച്ചത് വേറെ ആയിട്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞു. അന്ന് തന്റെ ഫോണിൽ കൂടെ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അത് എനിക്ക് കൂടെ അയച്ചു തന്നെന്ന് പറഞ്ഞു. വാട്സാപ്പ് നമ്പർ തരാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഫോട്ടോ എടുത്തു, വാട്സാപ്പ് നമ്പറിൽ അയച്ചു. അന്നേരം അന്ന് രാത്രി എൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ ഡാൻസിന്റെ വീഡിയോസ് അയച്ചു തന്നു. എനിക്ക് പുള്ളിയുടെ ഡാൻസ് ഇംപ്രസിന്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഉള്ളതൊക്കെ ആണല്ലോ അല്ലേ? തല കുനിച്ചിരിക്കുന്നു, ഉള്ളതൊക്കെ ആണല്ലോ അല്ലേ? കുറെ തുരുതുരാത്ത ഡാൻസിന്റെ വീഡിയോസ്. എന്നിട്ട് അന്നേരം ഞാൻ പറഞ്ഞേ അപ്പൊ എനിക്ക് തോന്നി ഇത് എനിക്കല്ലേ അയച്ചു തന്നത്. അന്നേരം ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിനെ നിങ്ങളെ കുറച്ചും കൂടെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അയ്യോ പുള്ളിക്കാരി ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയാ കാണുന്നതെന്ന്. പാവം, നീ ആണെങ്കിൽ ഒരു കൈ നോക്കാം. ഇത് ഇംഗ്ലീഷിലല്ലേ സംസാരിച്ചേ? മലയാളം അറിയായിരുന്നോ? ഹിന്ദി. മലയാളം അറിയായിരുന്നല്ലോ അല്ലേ? മലയാളം അത്യാവശ്യം അത്യാവശ്യം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പമ്പയ്ക്ക് എന്നാ തോന്നി? അന്നേരം ഞാൻ ഇതിപ്പോ പെട്ടുപോയല്ലോ, ഇവളെന്നെ കൊല്ലും. ഹംസമാകാൻ പോയിട്ട് അവസാനം അല്ലേ? പിന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരുന്നു. അതിപ്പോ കക്ഷിയോട് പറഞ്ഞോ, കൂട്ടുകാരിയോട് പറഞ്ഞോ? ആ കൂട്ടുകാരി എൻ്റെ അടുത്ത് അടിച്ചു പിരിഞ്ഞു. എപ്പോഴാ കൂട്ടുകാരിയോട് പറഞ്ഞേ? എടി അറിയാതെ ഒന്ന് വഴി തെറ്റി എന്നില്ലേ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്കതിനെ മറച്ചു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. മറച്ചു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തോ കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ തന്നെ പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ഒന്നും പറഞ്ഞൊന്നുമില്ല. പത്തൻ പോകെ പോകെ കുറച്ചിങ്ങനെ ഒരു ജലസി ഒക്കെ പോലെ. എങ്ങനെയുണ്ടായിരുന്നു പ്രേമിക്കുന്ന സമയത്തും? ആഫ്റ്റർ ഓൾ ഹീസ് ഹസ്ബൻഡ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ഒരു നമുക്കൊരു ജെം ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഞാൻ ടാസ്ക് കൊടുക്കുമായിരുന്നു. അസൈൻമെന്റ് എഴുതിക്കാനാണോ? തോട്ടിലും ഇറങ്ങിയിട്ട് ആമ്പൽപ്പൂവൊക്കെ പറിച്ചിട്ട്. ഇതിപ്പോ ഞാൻ ആ പുള്ളിനെ കൂടി ഇരുത്തട്ടെ ഇതിനകത്ത്? ഇരുത്തി എനിക്ക് സത്യം അറിയാൻ പറ്റൂലോ. ഇതിപ്പോ ഞാൻ പെടലി വെട്ടി ചോദിക്കുന്നത് ശരിയാണോ എന്ന്. അത് പോയി ആ ചെളിയിലൊക്കെ പോയി ഇറങ്ങി പറിച്ചോണ്ട് വന്നു. അയ്യോടാ, പ്രേമത്തിന് വേണ്ടി എന്തും ചെയ്യുമായിരുന്നോ? എന്തും? വീഡിയോ കാണിക്കാൻ പറ്റുമോ ഹസ്ബൻഡിനെ? ഏത്? അല്ല ഇപ്പൊ ഇരുത്താൻ പറ്റുമോന്ന്? ആളെൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ പെടലി തിരിച്ച് മടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇരിക്കുന്നോന്ന് ചോദിച്ചപ്പോ താല്പര്യമില്ല. പുള്ളി പറയും എന്നെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്നെ ഒരിക്കലും വെളിയിൽ കാണിച്ചേക്കരുതാ പറഞ്ഞേക്കുന്നത്. ഈ ടാസ്ക്, ഈ ആമ്പൽപ്പൂ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറയിപ്പിച്ചേ? പിന്നെ അതായത് 2 മണി 3 മണി ആ സമയത്തൊക്കെ ഷോപ്സ്, ഇപ്പൊ കുറെ കൂടെ ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കില്ല. അന്നേരം അത്ര ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. അന്നേരം പറയും ഇപ്പൊ എനിക്ക് ഐസ്ക്രീം മേടിച്ചോണ്ട് വരണം. ഹിന്ദി സിനിമയിലെ ഷാരുഖ് ഖാനെ പോലെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് വന്നത്. അത് കടയൊക്കെ തുറപ്പിച്ച് ഐസ്ക്രീം ഒക്കെ മേടിച്ചോണ്ട് വരും. ഒച്ചോടാ, ഇങ്ങനെ നോക്കിയേ, ഭയങ്കര ഇഷ്ടമായിരുന്നോ? അപ്പൊ ഇത് പറയുമ്പോഴേ ഒരു മലയാളി പെൺകുട്ടിയല്ലേ? അപ്പൊ മലയാളി പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോ കല്യാണം കഴിക്കുവോ, നമ്മളെ ചീറ്റ് ചെയ്യുവോ എന്നൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോടാ, കണ്ടപ്പോ തന്നെ ഇഷ്ടമായല്ലേ? പറയാ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ കഴുത്ത് ഇവിടെ നിന്ന് ഞാൻ ഇവിടോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പറ, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്താ പറയാ? ഡാൻസ് വീഡിയോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഭയങ്കര ഡാൻസ് വീഡിയോ പമ്പര് തിരുത്തുണ്ട്. വീഡിയോ അല്ല, വീഡിയോസ്. അതിന് അത്രയും എന്താ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ലാസ്റ്റ് ഇംപ്രഷൻ. അല്ല, ബെസ്റ്റ് ഇംപ്രഷൻ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ പുള്ളിക്ക് ലാസ്റ്റ് ഇംപ്രഷൻ ആയിട്ട്. ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഡോക്ടറെ
When you saw me, did you like me? Yeah. At first sight, love at first sight or If I told the truth, so it's different. Truth was different. truth എന്താ സത്യം പറ ഒന്ന് പോടുന്നത് Yeah, I like it. So. ഫിസിക്കാണ് ഇഷ്ടപ്പെട്ടത്. അത് അതങ്ങനെയാണല്ലോ ചിലവർക്ക്. ഞാൻ നിങ്ങൾ കയറി വന്നപ്പോ ചോദിച്ചില്ലേ, ഫസ്റ്റ് കാണുമ്പോ അതല്ലേ കാണത്തുള്ളൂ. പിന്നെ സ്വഭാവം കല്യാണം കഴിയുമ്പോ മനസ്സിലാവും സ്വഭാവം. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് ആണ് ശരി കാണുന്നത്. അതൊക്കെ ഇഷ്ടപ്പെട്ടത് എത്ര നിഷ്കളങ്കമായിട്ടാ പറഞ്ഞത്. അതിന് പമ്പ അങ്ങനെ പറയരുത്. അത് പുള്ളി ജെന്യുവിൻ ആയിട്ടാ ഉള്ളിൽ തട്ടിയാ പറഞ്ഞത്. കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ സിനിമയിലൊക്കെ വരുന്നല്ലോ മറ്റേ ഒരു സ്പാർക്ക് അടിച്ച ഒരു ഡോക്ടർ വരുന്നു, അത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം വളയ്ക്കാൻ വേണ്ടി കുറെ ഡാൻസ് അയച്ചു കൊടുത്തു. ആ കൂട്ടുകാരി ഇഷ്ടമാന്ന് പറഞ്ഞില്ലായിരുന്നോ ഡോക്ടറിന്റെ കൂട്ടുകാരി? She was like a little jealous, no? Jealous. Actually, no. What happened? Actually, she asked my number. Might be for her. Okay. But it's done. അതാ ചോദിച്ചത്, മലയാളി പെണ്ണാണ്, ചതിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ? കല്യാണം വരെയൊക്കെ എത്തുവോ അതോ പ്രണയം മാത്രമേ ഉള്ളായിരുന്നോ? Will she cheat? Did you feel like that? I never feel. Because അതൊന്നും പറയാൻ സമ്മതിക്കും. Because I was one of that before. എന്നെ പറഞ്ഞു അല്ല മുമ്പ് കുറെ പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടെന്ന്. Don't take seriously. അങ്ങനെയല്ല, ഓൺലൈനിൽ മനസ്സിലായി. ഇത് വെറുതെ പുള്ളി കുറച്ചു മുമ്പ് മറ്റേ പമ്പ പറഞ്ഞില്ല ചൂണ്ടിയിട്ട് ഇര പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ കൊത്തിയത് ഒരു മീൻ കൊത്തി, പമ്പ മീൻ കൊത്തി. അല്ല കൊത്തിയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങോട്ട് സെറ്റ് ആയില്ല. സെറ്റ് ആയില്ല. എന്താന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്തേ അവരൊക്കെ കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയിട്ട് എന്താ കല്യാണം കഴിക്കാൻ, അതെനിക്കറിയില്ല. ഇവരുടെ വീട്ടിൽ സമ്മതിച്ചോ? ഇവരുടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല. ഫാമിലി No problem. നോ പ്രോബ്ലം. എങ്ങനെയാ വീട്ടിൽ പറഞ്ഞത്? അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ മിക്കപ്പോഴും അവരുടെ സ്വന്തം പാർട്ട്നേഴ്സ് സ്വയം തന്നെയാണ് എടുക്കുന്നത്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലി, ഫാദർ, മദർ, one sister, two brothers. Yeah. One sister, two brothers is there, and me. ഇപ്പൊ ഫുട്ബോൾ കളിയൊക്കെ നിർത്തിയോ? Did you stop your football? No, actually I got a injury, leg injury. Okay. So joint problem. So I quitted. I started coaching. I have coaching centers, football coaching. ഫുട്ബോൾ കോച്ചിങ് Academy field now. ഓക്കെ. ഇപ്പൊ കോച്ചറായിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ട്, സ്വന്തമായിട്ടുണ്ട്. ഓ, അക്കാദമി നടത്തുന്നുണ്ട്. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങൾ പ്രേമിച്ച് എത്ര നാൾ നിന്ന്? 1 year, isn't it? 1 year. What? We were dating. Almost 1 year. Almost 1 year. അപ്പൊ പമ്പയാണോ വീട്ടിൽ പറഞ്ഞത് ഇന്ന പോലെ ഒരാളുണ്ട്? അത് കണ്ടുപിടിച്ചു. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുന്ന ഇതാണെങ്കിൽ തുരുതുരാ ബോർഡ് വിളിച്ചോണ്ടിരിക്കും. ഒരു ഇഞ്ചക്ഷൻ കുത്തി വെക്കുമ്പോഴത്തേക്കും വിളിക്കുക. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം പോലും തരാണ്ട് ഫോൺ കോൾ ആയിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വണ്ടിയിലിരിക്കുമ്പോഴാ ഹിന്ദിയില് ബാദ് മേ കോൾ കരോ അച്ഛൻ ഹിന്ദിയിൽ ആരോടാ സംസാരിക്കുന്നത്. അങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു MBBS സ്റ്റുഡൻ്റാണ്, ഹൗസ് സർജൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കല്യാണത്തെ ഇപ്പം നിങ്ങൾക്ക് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതുമല്ല, അതിന് MD ചെയ്യണം. MD ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു കുറേ കൂടെ സാലറി ആണെങ്കിലും പറ്റത്തുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കല്യാണത്തെ പറ്റി എങ്ങനെയാണ് സീരിയസ് ആയിട്ട് ചിന്തിച്ചോ? അതല്ലേലും എന്നെ വീട്ടിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓഹോ. അല്ലാതെ കുറച്ച് പെരുന്നാളിലൊക്കെ ഉണ്ടായിരുന്നു. അതല്ലേലും ആലോചിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. പമ്പ വീട്ടിൽ ഒറ്റ മോളാണോ? അല്ല, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. പമ്പ അനിയത്തിന് ആയിരുന്ന യമുനയോ? അല്ല, ഹീന. ഓക്കെ. നദികളാണോ മൊത്തം ചോദിച്ചത്? വെറൈറ്റി പിടിക്കാന്നുള്ളതാണ്. അത് മനസ്സിലായി. നദിയാവണോ പുഴയാവണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് വെറൈറ്റി സാധനമായിരിക്കണം. ഇത് ഇന്നതാണ്, അത് രജിസ്റ്റേർഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്, യുണീക്ക് ഉണ്ടാക്കി എടുക്കുക. അപ്പം ഫാദർ ചോദിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ പോയി? ഇപ്പം പമ്പയ്ക്കാണെങ്കിലും അറിയാമല്ലോ, ഇത്രയും ദൂരെ നിന്നൊരാൾ നമ്മൾ കല്യാണം കഴിച്ച് പോകണം. എങ്ങനെയായിരുന്നു പിന്നെ കല്യാണമൊക്കെ? അവിടെ നിന്ന് അവർ ഇവിടെ വന്നു അതോ നിങ്ങൾ അങ്ങോട്ട് പോയോ? അത് കല്യാണമൊക്കെ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ലൈക്ക് ഈ മറ്റേ ഹിന്ദിക്കാരുടെ
ഭയങ്കര ഇല്ല നമ്മുടെ രീതിയിൽ തന്നെയായിരുന്നു. ഗുരുവായൂർ വെച്ചായിരുന്നു. ആ ഗുരുവായൂർ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇപ്പൊ 11 years ആയി. Still you are looking very young. Yeah, seriously. Yeah, she's looking young. അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ വീട്ടിൽ ചെല്ലുമ്പോ ശരിയാക്കും. കൊച്ചു കൊച്ചു അടിയും വിളക്കങ്ങൾ ഇപ്പോഴും ഉണ്ടാ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും. ഞാൻ പക്ഷേ രണ്ടുപേരും കയറി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ബ്രദറെ, കാരണം ഡോക്ടർ ബാംഗ്ലൂരിലാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ നിങ്ങൾ അവിടെ സെറ്റിൽഡായ മലയാളികളായിരിക്കും. അപ്പം അതുകൊണ്ട് പപ്പായും മമ്മിയൊക്കെ അങ്ങനെയുള്ള നോർത്തിൽ നിന്നും എല്ലാവരായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഫാദർ ആർമിയിലായിരുന്നോണ്ട് സ്കൂളിംഗ് ഒക്കെ പല സ്ഥലത്തായിരുന്നു. ഓക്കെ. സോ അതുകൊണ്ട് കുറച്ചും കൂടെ അവർക്ക് ഉൾക്കൊള്ളാൻ പ്രശ്നമില്ലായിരുന്നു. ആക്ച്വലി ഇഷ്ടമാണെന്ന് പറഞ്ഞു, കല്യാണം വന്നു. അയ്യോ, എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു ഫീല്? How do you feel about your marriage? When you are loving, it's very easy, and the marriage is some difficult. So you were ready? പറഞ്ഞോ, വേഗം പറഞ്ഞു. It's difficult to give answer. Then the truth. Marriage is good, yeah. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടല്ലേ? Being in like a relation, like a girlfriend and boyfriend, to get husband wife is better. Better. Yeah. Okay. That's good, right? How better? We know each other very well. Once we are stay together, when we are calling all, yeah, I'm smoking, I'm not smoking, yeah, and call something, working and roaming here and there also calls. എല്ലാം കണ്ടുപിടിക്കാൻ കഴിവുണ്ടെന്ന് അല്ലേ? എനിക്കല്ലേ, അത് ഞാൻ കണ്ടുപിടിക്കും. ഞാൻ കോളിപ്പേ കണ്ടുപിടിക്കും. അതാ പറഞ്ഞേ, ഞാൻ സ്മോക്കിയുടെ വേറെ എന്തെങ്കിലും ഇന്ന് നല്ലതെന്ന് കണ്ടുപിടിക്കാൻ വരെ പറ്റുമെന്നുള്ള കക്ഷി പറഞ്ഞത്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ? അത് നമുക്ക് ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയി തോന്നി. എന്നുവെച്ചാൽ ഇവരുടെ വീട്ടിലും ഫ്രണ്ട്സ് ആയാലും ഇവരുടെ ഫാമിലി ആയാലും നമ്മളിവിടെ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് തന്നെയല്ലേ കാണുന്നത്. ഇപ്പൊ റിലേറ്റീവിന്റെ വീട്ടിൽ പോയാൽ തന്നെ ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെക്കുക, നമ്മള് ടവല് റൂം അറേഞ്ച് ചെയ്യുക. ഇത് അവിടെ ചെന്ന അങ്ങനെയല്ല. ഇത് ഫാമിലി മെമ്പർ പോലെ തന്നെ നിനക്ക് വേണം, നീ വ്യാപരിച്ച് കിടന്നോളൂ അതുപോലെ. പക്ഷെ അത് അവര് റൂഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല, മനസ്സിലായി, അങ്ങനെയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരാൾ വരികയെന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തേക്ക് വന്നാൽ തന്നെ പെട്ടെന്ന് അടിച്ചു വാരുന്നു, തൂത്തു തുടയ്ക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കാൻ തോന്നുന്നു. ഇതങ്ങനെയല്ല. നമ്മുടെ വീട്ടിലൊരാൾ, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കാം അല്ലേ? അതായത് നമുക്ക് ഇവിടെ കിച്ചണിൽ കയറി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അങ്ങനെ ഒരു ബാരിയർ ഇല്ല. അതായത് അവര് ജഡ്ജ് ചെയ്യുന്നില്ല നമ്മളെ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ. പക്ഷെ ഇവിടെ ചെല്ലുമ്പോ നമുക്ക് ഒരു വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പല രീതിയിലും നമ്മൾ ജഡ്ജ് ചെയ്യും. തീർച്ചയായും നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്തൊക്കെയാ. അത് പറഞ്ഞപ്പോ നമ്മൾ ഇവര് പോയിട്ട് ആ സാധനം തിന്നണം എന്നുള്ളൊരു ഫീൽ. ഞാൻ പണ്ട് ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോഴേ എനിക്കിഷ്ടമുള്ള സാധനം മേടിച്ചോണ്ട് പോകുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ അതന്നെ പൊട്ടിച്ചു. പാവം പുള്ളിക്ക് മനസ്സിലാവുന്നില്ല, പാവം. അല്ലത് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ ഇതാണ്. അതായത് നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അതും ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മളാണ് ഇവിടെ എന്തോ അവരെ ഹൈപ്പാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ടാണ് ചെയ്യുന്നത്. അവൻ വന്നിട്ട് അങ്ങനെ ചെയ്തില്ല, ഒരു തുണി മാറ്റിയിട്ടില്ല, അതൊക്കെ നമ്മൾ അതായത് നമ്മളുടെ ഒരു ഇതാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാൽ മോളുണ്ടായേ? 1 year. പ്രസവമൊക്കെ അവിടെയായിരുന്നോ അതോ ഇവിടെയായിരുന്നോ? ഇവിടെ തന്നെ അമൃതയില്. ആണോ? ഓക്കെ. മോൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് പപ്പയോടാണോ മമ്മയോടാണോ? കാണിച്ചു, ഓൾറെഡി എനിക്ക് ആൻസർ കിട്ടിയാണ്. പമ്പയുടെ വീഡിയോസ് കാണാറുണ്ടോ? Did you see any videos Pambas? Yeah, he is the one. Yeah, I am the one who's checking videos and all. പുള്ളിയാണ് എല്ലാ വീഡിയോയും ചെക്ക് ചെയ്യുന്നത്. എല്ലാം നോക്കും. എപ്പോഴെങ്കിലും പറഞ്ഞു തരാൻ തോന്നിയിട്ടുണ്ടോ? യു ജസ്റ്റ് ഡു സം ബെറ്റർ ഓർ യു ക്യാൻ ഡു ദിസ് ഫ്രം ദിയർ എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്? No, she have a limitation, so I didn't need to tell her so what to do and all. Okay. She knows what to do and all. So I didn't tell because she knows where to stop and what to do, what to not to do. Okay, she knows that. So I didn't need to tell everything and all.
ഓക്കെ So if it is not good, I'll tell her this is not good. So she will just leave that. So that's the thing. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലാണ് എപ്പോഴും സെറ്റിൽഡ്? അതെ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്? ഓക്കെ. പേരൻസ് ഇവിടെ തന്നെയല്ലേ? അവരുടെ കൂടെ തന്നെ. പേരൻസിൻ്റെ കൂടെ നിൽക്കുമല്ലേ ഇവിടെ വരുമ്പോൾ? ഇവിടെ കുറച്ച് ദൂരമല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ആ ഓക്കെ. എന്താ പറയുക, വീഡിയോ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന വ്യക്തിയാണ്. വീഡിയോയ്ക്ക് മുന്നിൽ ഒട്ടും നിൽക്കാത്ത, അതായത് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കാത്ത ആളിനെ ഞാൻ ഏകദേശം 15 മിനിറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്. താങ്ക് യു. യു ക്യാൻ സിറ്റ് ദേർ. Finally, ഞാൻ പറഞ്ഞില്ല അവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ. ഞങ്ങൾ ചിരിക്കുന്നതിന് സിമ്പിളാണ്. എസ്.ഐ. ഡോൺ അല്ലേ? എസ്.ഐ. ഡേവിഡ് ജോൺ. എസ്.ഐ. ഡേവിഡ് ജോൺ എന്ന് പറഞ്ഞ റീലില് എന്താ പറയാ, ഒരു ഭീകരനായിട്ട് വരുന്ന ആളാണ്, ഇന്റർനാഷണൽ ഡോൺ. പക്ഷെ അതിനകത്ത് ആ പാവാട പാൻറ് കണ്ടപ്പോ ഞാനും ആലോചിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ? തയ്ച്ചു കൊടുത്താണല്ലേ? ഞാൻ തയ്ച്ചു കൊടുത്തു. ഒരു ഡോണിനെ പാവാട ഉടുപ്പിച്ച ആദ്യത്തെ ആളായിരിക്കും. അങ്ങനെ അത് വെറുതെ ഇട്ടോണ്ട് പോയതാ. അലനോട്ടനെ തന്നെ പറഞ്ഞു, ആ ഈ ഡ്രസ്സ് കൊള്ളാം നിന്റെ ഡോണൊക്കെ. അപ്പൊ ഇതുമൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണോ ഈ ഡ്രസ്സൊക്കെ? അല്ലല്ലോ. ഇത് ഞങ്ങൾ ഇതെന്റെ ഐഡിയ തന്നെ ഇതും. ഓ, ഞാനും ആലോചിച്ചു ഇങ്ങനെയൊക്കെ ആരാ ജീൻസ് തയ്ക്കുന്നത്? എനിക്ക് വലിയ ഡൗട്ട് ഉണ്ടാവും. പിന്നെ ഞാനത് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പൊ ചിത്രപ്പണി ചെയ്ത് മൊത്തം കൊടുക്കുന്ന കക്ഷിക്കാണല്ലേ? എന്റെ ഞാൻ തന്നെ ചെയ്യും. ആ, അത് എക്സ്പെരിമെന്റ്. ഇവിടെ ഫൈനൽ ഇവിടെ. ആ ഓ, ഡോൺ. ഞാനും ആലോചിച്ചു ഡോണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇവർക്ക് എവിടെ നിന്നാ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കിട്ടിയെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു. അപ്പോൾ അത് ഹസ്ബൻഡ് ആയിരുന്നു അല്ലേ? നമുക്ക് അറിയില്ലല്ലോ, നിങ്ങൾ ഇതുവരെ ഒന്നും റിവീൽ ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരുന്നു ചിരിച്ച് എൻ്റെ തൊണ്ടയ്ക്കൊക്കെ വേദനയായി തുടങ്ങി. അല്ല, ഇത്രയും ഫണ്ണിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത്രയും രസകരമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. കാരണം നമ്മൾ തുടങ്ങിയ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ വൈബ് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. കാരണം വെച്ചാൽ ഇംഗ്ലീഷിലാണെങ്കിൽ പുള്ളിക്ക് പറയുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് സിമ്പിൾ ആൻസറിലൊക്കെ ഒതുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ ആൻസറിലൊക്കെ. ഇപ്പോൾ കക്ഷി തന്നെ പറഞ്ഞു, പമ്പയ്ക്ക് അറിയാമെല്ലാം, എനിക്കത് ലിമിറ്റേഷൻ വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ മേലുള്ള ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ എങ്ങനെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യുമോ അതോ സ്വന്തമായിട്ടാണോ പമ്പ? ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഒപ്പീനിയൻ പറയാറുണ്ട്. അതായത് എനിക്കെന്തോ പുള്ളിയുടെ സംസാരം അത്ര ശരിയായി തോന്നിയില്ല, അങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല എന്ന് ഒപ്പീനിയൻസ് പറയും. അപ്പോൾ അല്ല, എനിക്ക് മറിച്ചാണ് തോന്നുന്നതെങ്കിൽ ഐ വിൽ കൺവിൻസ്, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യും ഒരുമിച്ച്. ചിലപ്പം തെറ്റിപ്പോവും, ചിലപ്പം ഞാൻ പറയുന്ന കറക്റ്റ് ആവും. ഇപ്പം അപ്പോൾ ഞാൻ പറയും ആ ഓക്കെ പറഞ്ഞ തന്നെയായിരുന്നു, ശരി ശരി, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അതും കൂടെ ചെയ്യും. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് തെറ്റ് പറ്റിയാലോ അല്ലെങ്കിൽ നമുക്ക് അത് തെറ്റ് പറ്റിയെന്നും അതിന് ക്ഷമയൊക്കെ പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും ഉള്ള ഒരു ക്വാളിറ്റി അല്ല അത്. കാരണം ഈഗോ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ആ സ്റ്റേജ്. ഇപ്പം പമ്പ എത്ര ഷോർട്ട് ഫിലിമിൽ ഇതുവരെ അഭിനയിച്ചു? 2 എണ്ണത്തിൽ അഭിനയിച്ചുള്ളൂ. ബാക്കി മൊത്തം ഈ റീൽസ് വരുന്നതോ? അത് ചുമ്മാ റീൽസ് ആണല്ലേ? ഞാൻ റീൽസ് അങ്ങനെ